WWE സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ഷോ ആയിട്ടാണ് തോന്നിയത്. സ്റ്റാർട്ടിങ് മുതൽ എൻഡിങ് വരേക്കും നല്ല ഷോ ആയിട്ടാണ് മുന്നോട്ട് പോയത്. അതുപോലെ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും രണ്ട് സർപ്രൈസ് എല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു. ഇതിൽ ഫസ്റ്റ് സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ടാഗ് ടീം മാച്ചാണ് നടന്നത്. സെത്ത് റോളൻസ്, ബ്രോൺ ബ്രേക്കർ വേഴ്സസ് സാമി സെയിൻ, CM പങ്ക് ഇവർക്കാണ് ഈ മാച്ച് നടന്നത്. അപ്പോൾ ഈ മാച്ച് നല്ല അടിപൊളി മാച്ചായിട്ടാണ് മുന്നോട്ട് പോയത്. രണ്ടു ടീമിൻ്റെയും പെർഫോമൻസ് നന്നായിട്ടുണ്ട്. പിന്നെ മാച്ചിൻ്റെ അവസാനത്തിൽ CM പങ്ക് എല്ലാം ഭയങ്കരമായി ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് പോയി. അവസാനം ഏത് ടീമാണ് വിൻ ചെയ്യുക ആ ഒരു ലെവലിൽ മാച്ച് എത്തിയ സമയത്ത് സാമി സൈൻ ഫിനിഷർ ചെയ്യാൻ പോകുമ്പോൾ പോൾ ഹേമൻ ചീറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. പിന്നീട് അങ്ങനെ അവരെ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ CM പങ്കിന് മുൻപ് ഇഞ്ചുറി സംഭവിച്ചു പോയ ബ്രോൺസൺ റീഡ് വന്ന് അറ്റാക്ക് ചെയ്തു. ശേഷം സാമി സൈനിന് ബ്രോൺ ബ്രേക്കർ ഒരു സൂപ്പർ സ്പിയർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ടീം സെത്ത് റോളൻസ് ആണ് വിൻ ചെയ്തത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം ബ്രോൺസൺ റീഡ് സെത്ത് റോളൻസിന്റെ ടീമിൽ ജോയിൻ ചെയ്തു. അപ്പോൾ ബ്രോൺസൺ റീഡ് CM പങ്കിനെ വന്ന് അറ്റാക്ക് ചെയ്തതും നല്ലൊരു ലോജിക്കായിട്ടാണ് തോന്നിയത്. ഇവരുടെ ടീം ഇനി വേറെ ലെവലാകും. അതായത് സർവൈവൽ സീരീസ് കണ്ടവർക്കറിയാം, അത് കണക്ട് ചെയ്താണ് പോയിട്ടുള്ളത്. പിന്നെ ഈ സെഗ്മെന്റിന്റെ അവസാനത്തിൽ CM പങ്കിനെയും ബ്രോൺസൺ റീഡ് ഒരു സുനാമി ഫിനിഷർ എല്ലാം ചെയ്തു. അപ്പോൾ മൊത്തത്തിൽ ഇത് നല്ല സെഗ്മെന്റും മാച്ചുമായിരുന്നു. അതിനുശേഷം വുമൻസിന്റെ യുണൈറ്റഡ് ചാമ്പ്യൻഷിപ്പ്, യുണൈറ്റഡ് ചാമ്പ്യൻ സെലീന വേഗ വേഴ്സസ് ചെൽസി ഗ്രീൻ ഇവരുടെ റീമാച്ച്. അപ്പോൾ ഈ മാച്ചിനെ പറ്റി അങ്ങനെ പ്രത്യേകിച്ചൊന്നും പറയാനായിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാച്ചായിട്ടാണ് തോന്നിയത്. മാച്ചിന്റെ അവസാനത്തിൽ പൈപ്പർ നിവിൻ ആൽബ ഫയർ ചീറ്റ് ചെയ്യാൻ നോക്കുന്നതായിട്ടും എന്നാൽ അതെല്ലാം മറികടന്നുകൊണ്ട് കോഡ് റെഡ് ഫിനിഷർ യൂസ് ചെയ്ത് ഈ മാച്ചിൽ സെലീന വേഗയാണ് സ്റ്റിൽ ചാമ്പ്യൻ ആയത്. അതിനുശേഷം ജോൺ സീന R-Truth ഇവരുടെ സിംഗിൾസ് മാച്ച്. അപ്പോൾ ജോൺ സീന സാധാരണ പോലെ തന്നെ എൻട്രൻസിൽ വന്നു. R-Truth ശരിക്കും ഫാൻ ബോയ് സംഭവമാക്കി തന്നെയാണ് എൻട്രൻസിൽ വന്നത്. അതായത് സീനയുടെ മ്യൂസിക് എല്ലാം യൂസ് ചെയ്ത്. പിന്നീട് ദേഷ്യം വന്ന സീന R-Truthനെ ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. പിന്നീട് R-Truth തിരിച്ചടിച്ച് ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് സീനയെ പിൻ ചെയ്തു എങ്കിലും വിൻ ചെയ്യാൻ സാധിച്ചില്ല. പിന്നീട് സീന ചാമ്പ്യൻഷിപ്പ് എടുത്തുകൊണ്ട് വന്ന് R-Truthനെ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ റെഫറി ആ ഒരു ചാമ്പ്യൻഷിപ്പ് എല്ലാം ആവശ്യപ്പെടുന്നതായിട്ടും ശേഷം റെഫറിയുടെ ശ്രദ്ധ തെറ്റുമ്പോൾ R-Truthന് ഒരു ലോ ബ്ലോ കൊടുത്തുകൊണ്ട് അങ്ങനെ തന്നെ ആറ്റിറ്റ്യൂഡ് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് ഈ മാച്ചിൽ സീനയാണ് വിൻ ചെയ്തത്. പിന്നീട് മറ്റൊരു ബാക്ക് സ്റ്റേജ് സെഗ്മെന്റിൽ വേൾഡ് ചാമ്പ്യൻ ജെയ്സോയുടെ അടുത്ത് പോയിട്ട് സീന സംസാരിക്കുന്നുണ്ടായിരുന്നു. അതായത് ഇന്ന് നിന്റെ കയ്യിൽ നിന്നും ലോഗൻ പോൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത അതൊരു വലിയ സംഭവമായിരിക്കും എന്നൊക്കെയാണ് പറഞ്ഞത്. അതുപോലെ നിങ്ങളുടെ മാച്ച് ഞാൻ കാണുമെന്ന്, അതായത് ജെയ്സോയുടെ മാച്ചെല്ലാം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുമെന്ന്. അതിനുശേഷം സ്റ്റീൽ കേജ് മാച്ച് നടന്നത് ഡ്രൂ മാക്കൻടയർ വേഴ്സസ് ഡാമിയൻ പ്രീസ്റ്റ് ഇവർക്കാണ്. അതായത് റെസൽമേനിയ റീമാച്ച് ആയിട്ട്. അപ്പോൾ ഈ മാച്ച് എങ്ങനെയുണ്ട് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇന്ന് നടന്ന സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റിലെ ഒരു നല്ല മാച്ചായിട്ടാണ് ഈ മാച്ച് തോന്നിയത്. രണ്ടുപേരുടെയും പെർഫോമൻസ് അടിപൊളിയായിരുന്നു. മാച്ചിന്റെ പകുതിക്ക് വെച്ച് ഡാമിൻ പ്രീസ്റ്റ് ഫിനിഷർ ചെയ്തപ്പോൾ ഡ്രൂ മാക്കൻടയർ അത് കിക്ക് ഔട്ട് ചെയ്തു. അതുപോലെ തന്നെ ഡ്രൂ ക്ലൈമോർ ചെയ്തപ്പോൾ ഡാമിൻ പ്രീസ്റ്റും കിക്ക് ഔട്ട് ചെയ്തു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ ഡ്രൂ മാക്കൻടയർ റെസൽമേനിയയിൽ യൂസ് ചെയ്ത അതേ ട്രിക്ക് യൂസ് ചെയ്യാൻ വേണ്ടി നോക്കി. അതായത് റിംഗ് കോർണറിൽ ചെയർ വെച്ചുകൊണ്ട് ക്ലൈമോർ ചെയ്യാൻ നോക്കി. പക്ഷെ ഡാമിൻ പ്രീസ്റ്റ് അത് മാറിയതിനു ശേഷം വീണ്ടും ഡ്രൂ മാക്കൻടയർ ചോക്ക് സ്ലാം ചെയ്ത് പിൻ ചെയ്യും എന്ന് വിചാരിച്ചാൽ ഡാമിൻ പ്രീസ്റ്റ് ചെയർ വെച്ചുകൊണ്ട് അറ്റാക്ക് ചെയ്യാണ് ചെയ്തത്. അതായത് മുൻപ് എഡ്ജ്, ക്രിസ്റ്റ്യൻ ഇവരെല്ലാം ചെയ്യുന്നത് പോലെ ഡബിൾ ചെയർ വെച്ച് ഡ്രൂ മാക്കൻടയറിനെ അറ്റാക്ക് ചെയ്ത് ഇഞ്ചുറി ആക്കി. ശേഷം കേജ് വിട്ട് പുറത്തിറങ്ങി ഈ മാച്ചിൽ ഡാമിൻ പ്രീസ്റ്റ് ആണ് വിൻ ചെയ്തത്. അപ്പോൾ ഡ്രൂ മാക്കൻടയറിന് ഇഞ്ചുറി പോലെയാണ് കാണിച്ചിട്ടുള്ളത്. എന്തായാലും ഇവരുടെ മാച്ച് നല്ല മാച്ച് ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് മെയിൻ ഇവന്റ് മാച്ചിനെ പറ്റി പറയാം. സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റായി നടന്നത് വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻഷിപ്പ് മാച്ചാണ്. സത്യം പറയുകയാണെങ്കിൽ ഈ മാച്ച് മെയിൻ ഇവന്റിൽ വന്നതിൽ വളരെയധികം ദേഷ്യമുണ്ടായിരുന്നു. എന്നാൽ ഈ മാച്ചിന്റെ അവസാനം കണ്ടതിന് ശേഷം അതെല്ലാം മാറി. മാച്ച് രണ്ടുപേരും നന്നായി തന്നെയാണ് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിലും ലോഗൻ പോൾ ജെയ്സോനെ ഫിനിഷറൊക്കെ ചെയ്ത് പിൻ ചെയ്യുന്നതായിട്ടെല്ലാം കാണിച്ചിരുന്നു. മാച്ചിന്റെ അവസാനത്തിൽ ജെയ്സോ ലോഗൻ പോളിന് പൊസോ സ്പ്ലാഷ് കൊടുത്തതിന് ശേഷം പിൻ ചെയ്യാൻ നോക്കിയപ്പോൾ ആരം സീന വന്നുകൊണ്ട് റഫറിയുടെ കാലെല്ലാം പിടിച്ചു വലിച്ച് താഴേക്ക് കൊണ്ടുപോയി. ശേഷം ജെയ്സോനെ സീന ഭയങ്കരമായി അറ്റാക്ക് ചെയ്തു. ഇതാണ് സീന പറഞ്ഞത്, നിന്റെ മാച്ച് ഞാൻ കാണും എന്നൊക്കെ. പിന്നീട് ജെയ്സോനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് കോഡി റോഡ്സ് ആണ് അവിടെ വന്നത്. കോഡി റോഡ്സിന്റെ റിട്ടേൺ ഇന്നാണ് കാണിച്ചിട്ടുള്ളത്. കോഡി റോഡ്സ് വന്നതിന് ശേഷം സീനനെ അറ്റാക്ക് ചെയ്ത് ഒരു ക്രോസ് റോഡ്സ് എല്ലാം കൊടുത്തു. പിന്നീട് ലോഗൻ പോൾ അറ്റാക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ ജെയ്സോനെ കൊണ്ട് സ്പിയർ ചെയ്യിപ്പിച്ചു. പിന്നീട് മാച്ചിന്റെ അവസാനത്തിൽ റഫറി കയറി വന്ന സമയത്ത് ജെയ്സോ മറ്റൊരു ഫിനിഷർ കൊടുത്തുകൊണ്ട് ഈ മാച്ചിൽ ജെയ്സോയാണ് സ്റ്റിൽ വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യൻ ആയത്. മാച്ച് കഴിഞ്ഞതിന് ശേഷം കോഡി റോഡ്സ്, സീന ആൻഡ് ലോഗൻ പോൾ ഇവരെ ചാലഞ്ച് ചെയ്യുന്നുണ്ട് മണി ഇൻ ദി ബാങ്കിലേക്ക്, അതും ഒരു ടാഗ് ടീം മാച്ചിന് വേണ്ടി.
ലോഗൻ പോൾ, ജോൺ സീന ഫോഴ്സസ് കോഡി റോഡ്സ് ആൻഡ് ജെ യുസോ. ഇതോടുകൂടി സാറ്റർഡേ നൈറ്റ് മെയിൻ ഇവന്റ് എൻഡ് കാർഡ് കാണിച്ച് അവസാനിപ്പിച്ചു. അപ്പോൾ ഈ ഒരു ഷോ നല്ല ഷോ ആയിട്ടാണ് തോന്നിയത്. അപ്പോൾ ഈ ഷോനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. പിന്നെ മാക്സിമം ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. എന്തായാലും 2 സർപ്രൈസ് ആയിട്ടുള്ള റിട്ടേൺ ഈ ഷോയിൽ ഉണ്ടായിട്ടുണ്ട്.